PM ശ്രീ സർക്കാർ പുകമറ സൃഷ്ടിക്കുന്നുവെന്ന് SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി. സർക്കാർ ചെയ്യുന്നത് കേരളത്തോടുള്ള വഞ്ചന എന്ന് വിമർശനം. UDF ചരിത്രത്തിലെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, PM ശ്രീ പദ്ധതി ഏതായാലും നടപ്പാക്കാൻ തീരുമാനമായി. പക്ഷേ ഇത് നടപ്പാക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയപ്രകാരം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ സിലബസിലെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്? മോദി PM ശ്രീയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് ഇന്ന് UDF കൺവീനർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രിയും അക്കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിനെതിരെ മുസ്ലിം സംഘടനകളിൽ നിന്നും ശക്തമായ എതിർപ്പ് സർക്കാരിന് നേരിടേണ്ടി വരും എന്നുള്ള സൂചനയാണ് വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ LDF സർക്കാരാണ് ഇത് ഒപ്പുവെച്ചത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ CPIയുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. സർക്കാർ അതിൽ പിൻവാങ്ങി. പിന്നീട് ഇനി സർക്കാർ ഒപ്പുവെച്ചു എന്നുള്ള ന്യായവാദം നിരത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫണ്ട് വാങ്ങി PM ശ്രീയുടെ ഒപ്പുവെച്ചു, കഴിഞ്ഞ സർക്കാർ ഫണ്ട് വാങ്ങി എന്നുള്ള വാദവും നിലനിൽക്കുന്നതല്ല. ജബീർ മേത്തർ ഇന്നലെ പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ മറുപടി അത് ആ വാദത്തെ നിഷേധിക്കുന്നതാണ്, തള്ളുന്നതാണ്. അതുകൊണ്ട് അത്തരം വാദങ്ങൾ ഉന്നയിച്ച് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഇടത് സർക്കാർ UDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ UDFന്റെ ഈ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇത് എന്ന് എല്ലാ കാലവും നിലനിൽക്കും. ഈ ഫണ്ട് ലഭിക്കാൻ വേണ്ടി നിലപാടുകൾ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല എന്ന് തുടങ്ങിയുള്ള ശക്തമായ വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സമാനമായ രീതിയിൽ SYS ജനറൽ സെക്രട്ടറി എന്ന വ്യക്തിപരമായ രീതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും സംഘടനയ്ക്കും ആ സമാനമായ നിലപാട് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ ഈ നിലപാട് PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള നിലപാടിനെതിരെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളിൽ ചിലർക്കൊക്കെ നേരത്തെ ചില എതിർപ്പുകൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ തൽക്കാലം UDFന്റെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നിലപാട്. പക്ഷേ മുസ്ലിം സംഘടനകൾ ഈ ലീഗ് നിലപാടിനെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത് രംഗത്ത് വരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശരി.